നമസ്കാരം പ്രിയ കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന കാര്യമാണ്. ട്രിഗണോമെട്രിയിൽ ലാസ്റ്റ് ഐറ്റമായ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷനും അതുപോലെ ജനറൽ സൊല്യൂഷനെ കുറിച്ചും പറഞ്ഞു. പ്രിൻസിപ്പൽ സൊല്യൂഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, പക്ഷേ ജനറൽ സൊല്യൂഷൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജനറൽ സൊല്യൂഷൻ്റെ പ്രോബ്ലമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ സോൾവ് എന്നും പറയാം, ജനറൽ സൊല്യൂഷൻ എന്നും പറയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് എന്ന് കണ്ടാൽ അത് ഉദ്ദേശിക്കുന്നത് ജനറൽ സൊല്യൂഷനാണ്. പറയുന്നതല്ല, മനസ്സിലാവുന്നുണ്ടോ? സോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പൽ സൊല്യൂഷൻ പകരം എന്താണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ സോൾവ് സോൾവ് ആണ്. സോൾവ് sin x is equal to 1/2. sin x equal 1/2. വീണ്ടും sin x equal to 1/√2. വീണ്ടും sin x equal to √3/2. cos x equal to √3/2. അല്ലെങ്കിൽ ഈ സെക്ഷൻ അവസാനിച്ച കോസിനെ കുറിച്ച് പറയാം. ഈ മൂന്ന് പ്രോബ്ലം കഴിഞ്ഞ വർഷം കോസിനെ കുറിച്ച് പറയാം. സൈനിലെ ഒരു സൈഡ്, കോസിലെ മറു സൈഡ്, ടാൻ അങ്ങനെ ചെയ്യാം. അത് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ sin x equal 1/2, sin x equal 1/√2, sin x equal to √3/2. ഒപ്പം ഒരു മൂന്ന് കാര്യം കഴിയും. cosec x equal to 2, cosec x equal to 2, cosec x equal to √2, cosec x equal to 2/√2. ആദ്യ പ്രോബ്ലം ഞാൻ ചെയ്യാം. sin x equal 1/2. ഇത് പ്രിൻസിപ്പൽ സൊല്യൂഷന് പകരം സോൾവ് ആണ്. സോൾവ് ആണ് ജനറൽ സൊല്യൂഷൻ. ഇവിടെ സൈൻ കാണാം, ഇവിടെ സൈൻ കാണാം. ഉടനെ ചിന്തിക്കുന്നു sin x equal to 1/2 യുടെ സൈൻ ഏത് വാല്യൂ ആണെന്ന് വെച്ചാൽ sin 30 ആണ്. 30 means 5/6. സൈൻ ആ ടേബിൾ ബൈ ഹാർഡ് ആണ്. നമുക്ക് കഴിഞ്ഞാൽ പഠിപ്പിച്ചാണ്. 1/2 യുടെ സൈൻ ഏത് വാല്യൂ ആണെന്ന് വെച്ചാൽ sin 30 ലാണ്. 30 means 5/6. sin 5/6 ആണ് 1/2. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നേരെ പ്രിൻസിപ്പൽ സൊല്യൂഷന് വേണ്ടി, ജനറൽ സൊല്യൂഷന് വേണ്ടി നമ്മൾ റിസൾട്ട് എഴുതിയിട്ടുണ്ട്. രണ്ട് റിസൾട്ട് എഴുതിയിട്ടുണ്ട്. sin x equal 0 ആണെങ്കിൽ x equal to n/. n belongs to Z. So it means set of integers. ഇനി അടുത്ത sin x equal to sin pi ആണെങ്കിൽ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. x equal to n/, plus -1 the whole raised to n into y, n belongs to Z. ഈ രണ്ട് റിസൾട്ടാണ് സൈനെ കുറിച്ച് പഠിച്ചത്. ജനറൽ സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ്. ജനറൽ സൊല്യൂഷൻ തന്നെയാണ് സോൾവ്. അപ്പൊ ഇവിടെ 0 വന്നാൽ ഈ റിസൾട്ട്, ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഈ റിസൾട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇവിടെ 0 അല്ല, ഇവിടെ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ sin 5/6 ആണ്. അപ്പൊ ഇത് ഏത് മോഡൽ വെച്ചാൽ അപ്പൊ ഇവിടെ sin x ഓക്കെ, sin y ക്ക് പകരമാണ് 5/6. അത് റിസൾട്ട് കൊടുത്താൽ മതി. which implies x equal to n/, plus -1 the whole raised to n into y, ക്ക് പകരം 5/6. n belongs to Z. ഇതുപോലെ sin x equal 1/√2 ആകുമ്പോൾ അത് sin π/4, sin 45. √3/2 ആണെങ്കിൽ sin 60 means sin π/3. ഇനി അതിൽ കൊസീക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൊസീക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം cosec x equal to √2. നമുക്ക് സൈനിന്റെ വാല്യൂ അറിയത്തില്ല, കൊസീക്ക് അറിയത്തില്ല. നമ്മൾ നേരത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ പഠിച്ച പോലെ രണ്ട് സൈഡ് റെസിപ്രോക്കൽ. അപ്പം ടേക്കിംഗ് റെസിപ്രോക്കൽസ് ഓൺ ബോത്ത് സൈഡ്സ്, 1/cosec x is equal to 1/√2. a is equal to b. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/a is equal to 1/b. 1/cosec x equal to 1/√2. ശരിയല്ലേ? 1/cosec എന്ന് പറയുന്നത് സൈൻ എന്നാണ്. അപ്പോൾ sin x equal to 1/√2. ഇവിടെ സൈൻ വന്നു, ഇവിടെ സൈൻ വന്നു. അപ്പോൾ sin x equal to 1/√2 കൊടുക്കുന്ന sin 45 ആണ്. അപ്പോൾ sin 45 means 5/4. ഇത് ഏത് മോഡൽ എന്ന് വെച്ചാൽ ഈ മോഡലാണ്. അപ്പോൾ x equal to n/, plus -1 the whole raised to n into y, ക്ക് വരെ 5/4, n belongs to Z. കുറിച്ചു ഇവിടെ നോക്കാം. അടുത്ത കോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. കുറച്ചുകൂടി cos x സമം
cos x സമം 1 by root 2. Cos x സമം 1 by root 2. Cos x സമം 1 by 2. അടുത്തത് അതിന് കൂടെ തന്നെ sec x സമം 2. sec x സമം 2. അടുത്ത sec x സമം root 2. അടുത്ത sec x സമം sec x സമം 2 by root 3. 2 by root 3. അപ്പോൾ ഇവിടെ cos ആണ്. cos x സമം root 3 by 2 അല്ലെങ്കിൽ 1 by 2. cos x സമം 1 by 2. cos x സമം 1 by 2. അപ്പോൾ cos ആണ്. അപ്പോൾ cos ന്റെ രണ്ട് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos x സമം 0 ആണെങ്കിൽ x equal to 2n plus 1 into pi by 2. 2n plus 1 into pi by 2. comma n belongs to z. അടുത്ത cos x സമം cos y ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് x സമം 2n pi plus or minus y, comma n belongs to z. ഇങ്ങനെ രണ്ട് റിസൾട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇങ്ങനെ രണ്ട് റിസൾട്ട് നമ്മൾ പഠിക്കുന്നത് ആണല്ലോ. രണ്ട് റിസൾട്ട്. അപ്പോൾ ഇവിടെ cos x സമം 1 by 2 ആണ്. 0 ആണെങ്കിൽ ആദ്യ റിസൾട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ 0 അല്ല, പകരം 1 by 2 ആണ്. അപ്പോൾ ഉടനെ ഇത് cos ആണെങ്കിൽ ഇത് cos ആണ്. അപ്പോൾ cos x സമം 1 by 2 ഇവിടുന്ന് cos 30 ആണ്. സോ 30 ആണ് 60 ആണ്. cos 60 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ cos x equal to cos y. ഇത് മോഡൽ. അപ്പോൾ ഉടനെ എഴുതാം x equal to 2n pi plus or minus y to n pi by 3, comma n belongs to z. കുറിച്ചു. സീക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സീക്കർ 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 sec x equal to root 2. sec x equal to 2. Right? 2 by root 3. sec x equal to 2 by root 3. secant result ഇല്ല cos ആണ്. അപ്പോൾ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കും. 1 by sec x സമം ഈ റെസിപ്രോക്കൽ എടുക്കുന്നത് മേലെ പോകും root 3 by 2. 1 by sec എന്ന് പറഞ്ഞാൽ cos ആണ്. അപ്പോൾ cos x സമം root 3 by 2. ഇവിടെ 0 ആണെങ്കിൽ cos x സമം 0 ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ 0 അല്ല, അപ്പോൾ ഇതിന് cos ആണ്. അപ്പോൾ root 3 by 2 ഇടുന്ന പോസിറ്റീവ് വാല്യൂ cos 30. അപ്പോൾ cos x equal to cos 30 means pi by 6. cos x equal to cos y, x equal to 2n pi plus or minus y, y equal to pi by 6, comma n belongs to z. മനസ്സിലായല്ലോ? ഇനി ടാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ടാനുമായി ബന്ധപ്പെട്ട കുറിച്ചോളൂ. tan x equal to 1 by root 3. tan x equal to 1 by root 3. അടുത്ത tan x equal to 1. അടുത്ത tan x equal to root 3. അതിന്റെ കൂടെ cot x equal to root 3. cot x equal to 1. cot x equal to 1 by root 3. cot. ടാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടാനുമായി ബന്ധപ്പെട്ട രണ്ട് റിസൾട്ട് നമുക്കറിയാം. ടാനുമായി ബന്ധപ്പെട്ട റിസൾട്ട് tan x equal to 0. അപ്പോൾ x equal to അവിടെ n by n belongs to z. ഇനി tan x equal to tan y. അപ്പോൾ x equal to n pi plus y, comma n belongs to z. ഈ രണ്ട് റിസൾട്ടും ടാനെ കുറിച്ച് പഠിക്കാം. ആദ്യ പ്രോബ്ലം നമുക്ക് എടുക്കാം. tan x equal to root 3. 0 ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. 0 അല്ല, ഇവിടെ tan ആണെങ്കിൽ tan വരും. അപ്പോൾ tan x equal to root 3 ഇടുന്ന tan 60 ആണ്. 60 means pi by 2. അപ്പോൾ tan x equal to tan. അപ്പോൾ x സമം
n pi plus y square pi by 3, comma n belongs to z. N belongs to z. അടുത്ത കോട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോട്ട്. കോട്ട് x equal to 1. കോട്ട് x equal to 1. കോട്ട് x equal to 1 എന്ന് പറയുമ്പോൾ കോട്ടുമായി ബന്ധപ്പെട്ട റിസൾട്ട് ഇല്ല. ടാനിലേക്ക് വരും. രണ്ട് സ്ഥലം റെസിപ്രോക്കൽ. 1 by cot x സമം 1 by 1 that means 1. 1 by cot means tan x equal to 1. 0 ആണെങ്കിൽ റിസൾട്ട് അല്ല. 0 അല്ല. അപ്പോൾ നമ്മൾ ഇത് tan ആയിട്ട് ഇത് tan ആണ്. അപ്പോൾ tan x equal to 1 കിട്ടുന്ന tan pi by 4 tan നമുക്ക് തിരിച്ചു. അപ്പോൾ tan x equal to tan. അപ്പോൾ x equal to n pi plus y pi square pi by 4, comma n belongs to z. ഈ സെക്ഷൻ അവസാനിച്ചു. ഇനി നെഗറ്റീവ് എന്നാൽ എങ്ങനെ എന്നാണ് കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നെഗറ്റീവുമായിട്ട് വരുന്നതാണ്. നെഗറ്റീവുമായി വരുന്നത് നോക്കാം, കുറിച്ചോളൂ. sin x equal to -1/2. sin x equal to -1/2. sin x equal to -1/2. sin x equal to -√3/2. നേരത്തെ എഴുതിയ റിസൾട്ടുകൾ വരുന്നത് എന്നാൽ നെഗറ്റീവ് ആക്കിയാണ്. ഒന്ന് പറയാം sin x equal to -1/2. sin x equal to -1/2. sin x equal to -√3/2. ഇപ്പോൾ അടുത്തത് cosec x equal to -2. cosec x equal to -√2. cosec x equal to -2/√3. അപ്പോൾ നെഗറ്റീവ് ആയിട്ട് ആദ്യ പ്രോബ്ലം ഞാൻ ചെയ്യാം. sin x equal to -1/2. വേറെ ഒന്നും ചിന്തിക്കേണ്ട, സൈൻ ആണ് ഇവിടെ സൈൻ ആണ്. അപ്പോൾ sin x equal to -1/2 എടുക്കുന്ന sin 30 means 5/6. ഇവിടെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ sin x equal to sin y ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷേ നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ പഠിക്കുമ്പോൾ രണ്ട് റിസൾട്ട് പഠിക്കും. വേണ്ട sin of pi plus x minus sin x ആണ്. sin of 2pi minus x minus sin x. പ്രിൻസിപ്പൽ സൊല്യൂഷൻ രണ്ടും കൂടെ ഉണ്ട്. ജനറൽ സൊല്യൂഷൻ നമ്മൾ ആദ്യത്തെ എഴുതുക. നമ്മൾ എഴുതും sin x equal to minus sin x equal to sin of pi plus x. ഇവിടെ x ഒന്നും x ആണ്. അപ്പോൾ നമ്മൾ എഴുതാം sin of minus sin x x ന് pi by 6. ഇവിടെ x ന് pi by 6. sin of pi plus pi by 6. sin x സമം sin of 6 pi and 7 pi by 6. sin x equal to sin y. What is sin x equal to sin y? Which implies x equal to n pi plus -1 the whole rest into y. Y means 7 pi by 6. Comma n belongs to 7. Kucho. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നത് കോസിന്റെ കേസ് കുറിച്ചുള്ള cos x സമം -1/2. cos x സമം -1/2. cos x സമം -1/2. cos x സമം -1/2. cos x സമം -√3/2. cos x സമം -√3/2. അതിപ്പോൾ സീക്കുമായി sec x സമം -2. sec x സമം -√2. sec x സമം -2/√3. 2/√3. sec x സമം -2/√3.
കോസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ ആദ്യം പ്രോബ്ലം എടുക്കാം. കോസ് എക്സ് നോ മൈനസ് √3 വരും. കോസ് എന്ന് ഇവിടെ കോസ് വരും അല്ലേ? നമ്മൾ കോസ് എക്സ് ആണ് മൈനസ് കോസ് മൈനസ് √3/2 കോസ് 30 ആണ്. 30 മീൻസ് 5/6. അപ്പോൾ ഈ നെഗറ്റീവ് എലിമിനേറ്റ് ആയിട്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു കോസ് ഓഫ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് ആണ്. കോസ് ഓഫ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സ് ആണ്. ഈ രണ്ട് റിസൾട്ട് നമ്മൾ ഓർമ്മയില്ല അതിനെ കുറിച്ചും ഈ റിസൾട്ട് നമ്മൾ പഠിക്കും. എല്ലാ ദിവസവും കഴിഞ്ഞ ഷോണില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കോസ് വന്നു. അപ്പോൾ ഇവിടെ കോസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ √3/2 എന്ന് പറയുമ്പോൾ കോസിന്റെ ഏത് വാല്യൂ ആണ്? കോസ് എന്താണ്? കോസ് 30 ആണ്. 30 മീൻസ് 5/6 ആണ്. കോസ് 5/6 ആണ്. അപ്പോൾ നെഗറ്റീവ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. നെഗറ്റീവിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് രണ്ട് വാല്യൂസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വാല്യൂ നമുക്ക് എടുക്കാം, സെക്കൻഡ് വാല്യൂ എടുക്കേണ്ടത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ രണ്ടും എടുക്കും. ജനറൽ സൊല്യൂഷൻ ആദ്യത്തെ എടുത്താൽ കാര്യം പൈ മൈനസ് എക്സ് കഴിഞ്ഞിട്ട് പൈ പ്ലസ് എക്സ് വരണം. സംശയം നോക്കിക്കോളാം. ഇത് π/2 മൈനസ് എക്സ്, ഇത് π/2 പ്ലസ് എക്സ്, പൈ മൈനസ് എക്സ്, ഇത് പൈ പ്ലസ് എക്സ്, 3π/2 മൈനസ് എക്സ്, ഇത് 3π/2 പ്ലസ് എക്സ്, 2π മൈനസ് എക്സ്. ഇങ്ങനെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഇത് എടുത്താണ്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇത് കോസ് എക്സ് ആണ് മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് പൈ മൈനസ് എക്സ്. നമുക്ക് പറയാം കോസ് ഓഫ് പൈ മൈനസ് 5/6. കോസ് 6π എന്ന് പറയുമ്പോൾ 5π/6. കോസ് എക്സ് സമം കോസ് 5π/6. കോസ് എക്സ് സമം കോസ് നമ്മൾ റിസൾട്ട് പഠിച്ചു. എക്സ് സമം 2nπ പ്ലസ് ഓർ മൈനസ് π. π മീൻസ് 5π/6. n belongs to 6. ഓക്കെ, സി കാമ്പൗണ്ട് പോലെ നമുക്ക് ചെയ്യാറിയാലോ. ടാനുമായി ബന്ധപ്പെട്ടത് കുറച്ചുകൂടെ ടാനിന്റെ കേസ് എഴുതിക്കോ. ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് 1/√3, ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് √3, ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് 1, ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് 1/√3, ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് √3, ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് 1, cot x equal to minus √3, cot x equal to minus 1, cot x equal to minus 1/√3. tan x equal to minus 1, tan 1 tan 1, tan x equal to minus tan 1 കിട്ടുന്ന tan /4, tan 1. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാനുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വരുന്ന രണ്ട് റിസൾട്ട് ഉണ്ട്. tan of pi minus x tan x minus tan x ആണ്. നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. tan of 2π minus x minus tan x. ഇവിടെ നമ്മൾ ആദ്യത്തെ റിസൾട്ട് മതി. അപ്പോൾ നമുക്ക് പറയാം tan x ആണ് tan of pi minus x വരെ pi വരും. tan x ആണ് tan 4π വരുമ്പോൾ 3π വരും. അപ്പോൾ tan x ആണ് tan x ആണ് tan നെ നമ്മൾ പഠിച്ചു. x സമം nπ പ്ലസ് 1 π ക്ക് വരെ 3π നമ്മൾ പഠിച്ച കാര്യം. n belongs to x. ഇനി കോട്ടോടെ എന്തെങ്കിലും റെസിപ്രോക്കൽ അപ്പോൾ tan x. അപ്പോൾ നമുക്ക് കോട്ടിന്റെ ഒരെണ്ണം കൂടി ചെയ്യാം. കോട്ടിന്റെ കൂടി ചെയ്യാം. ഇത് മനസ്സിലായത് മനസ്സിലായത് അത് വേണമെങ്കിൽ ശരി വീണ്ടും കുറിക്കാം. tan x സമം tan y. അപ്പോൾ x സമം nπ പ്ലസ് 1, n belongs to x. n belongs to x. n belongs to x. Okay, n belongs to x. Okay, ini Allah. കോട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യും. കോട്ടുമായി ബന്ധപ്പെട്ടത് കോട്ട് എക്സ് ആണ് മൈനസ് 1
നമ്മൾ പഠിച്ചതിൽ ടാനുമായി ബന്ധപ്പെട്ട റിസൾട്ടേ ഉള്ളൂ. ഒന്നുകിൽ ടാൻ എക്സ് 0 അല്ലെങ്കിൽ ടാൻ എക്സ് ടാൻ ബി. ഇവിടെ കോട്ടല്ല. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ ടേക്കിംഗ് റെസിപ്രോക്കൽസ് ഓൺ ബോത്ത് സൈഡ്സ് 1 cot x ആണ് -1 ശരിയാണ്. -1 cot മീൻസ് tan x ആണ് -1 വീണ്ടും tan x ആണ് -1/√3 കിട്ടുന്ന ടാനിന്റെ ഏത് ഇവിടെ ടാൻ ആണ് ഇവിടെ ടാൻ ആണ് -1/√3 കിട്ടുന്ന ടാനിന്റെ ഏത് വാല്യൂ വെച്ചാൽ tan 30 ആണ് tan π/6 വീണ്ടും എടുത്താൽ tan x ആണ് -tan x രണ്ട് റിസൾട്ട് ഉണ്ട്. ആദ്യ റിസൾട്ട് പഠിക്കും tan of pi minus x ന് വരെ π/6 അപ്പോൾ tan x ആണ് tan 6π ന് വരെ 5/6 അപ്പോൾ tan x tan what is tan x equal to tan pi x equal to n pi plus 1 y ന് വരെ 5/6 comma n belongs to x. ഇതാണ് ആദ്യ സെക്ഷൻ. വിജയ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആദ്യ സെക്ഷൻ. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി ഹൈ ലെവലിലുള്ള പ്രോബ്ലമാണ്. നമ്മൾ ചെയ്യേണ്ട വേറെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. നിങ്ങൾ വേറെ ആദ്യം ടേബിൾ പിടിക്കുക, വാല്യൂസിനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ tan x 0 വരുമ്പോൾ sin x 0 cos x 0 വരുമ്പോൾ പിന്നെ sin x sin cos x cos tan x tan ആ മൂന്ന് ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നോക്കാം. നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് വരുന്നത് അപ്പോൾ -sin x വരുന്നത് sin of pi plus x, cos x വരുന്നത് -cos x വരുന്നത് cos of pi minus x, -tan x വരുന്നത് cos tan of pi minus x. അങ്ങനെ മൂന്ന് റിസൾട്ട് കാണാൻ പഠിച്ചതിന് ശേഷം ഓക്കെ. അടുത്തൊരു ചോദ്യം നമ്മൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. Solve cos 4x equal to cos 2x. Cos 4x is equal to cos 2x. Cos 4x is equal to cos 2x. Cos 4x is equal to cos 2x. Solve it. എന്നുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. ജംപ് സൊല്യൂഷൻ അല്ലേ? അപ്പോൾ ഇത് ഏത് മോഡൽ എന്ന് വെച്ചാൽ cos x equal to cos y മോഡൽ. cos x equal to cos y നമുക്കറിയാം. cos x equal to cos y ആണ് x equal to 2l pi plus or minus pi comma n belongs to z. ഇതാണ് സർ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഇതാണ് x ഇതാണ് y. ശരിയല്ലേ? അപ്പോൾ x ന് വരെ 4x equal to 2l pi plus or minus pi y ക്ക് വരെ x. ഇവിടെ പ്ലസ് വാല്യൂ ഉണ്ട് മൈനസ് വാല്യൂ ഉണ്ട്. ഒന്നുകൂടെ സോൾവ് ചെയ്യണം. നമുക്ക് x ആണ് പിടിക്കണം. നോക്കിയാൽ രണ്ട് കേസുകൾ ഞാൻ സെന്ററിൽ വര കൊടുത്തു. 4x equal to 2l pi plus 2x. അടുത്ത 4x ആണ് 2l pi minus 2x. ഈ 2x ലെഫ്റ്റ് 4x minus 2x ആണ് 2l pi. 4x 2x 2x സമം 2l pi. 2 cancel. x equal to n pi. x equal to n pi എന്ന് പറഞ്ഞാൽ n belongs to z. ഇത് ലെഫ്റ്റ് വരും. ഈ -2x ലെഫ്റ്റ് വരും +2x ആവും. അപ്പോൾ 4x + 2x സമം 2l pi. ഇത് 6x എന്നാവും 2l pi. അപ്പോൾ x equal to 2l pi by 6. അപ്പോൾ x equal to n pi by 3. ഇവിടെ എഴുതാം n belongs to z. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ റിസൾട്ട് ആണ് കിട്ടുന്നത്. cos x equal to cos y ആണ് x equal to 2l pi plus 1 minus 1. cos 4x equal to cos 2x. ഇവിടെ നോക്കൂ. ഫസ്റ്റ് വാല്യൂ അത് കൊടുത്തു പിന്നെ മൈനസ് വാല്യൂ. നമ്മുടെ പർപ്പസ് x ഒന്നുമില്ല. x ഒന്നും
എന്ന സീറോ സൈൻ 2x പ്ലസ് കോസ് എക്സ് എന്ന സീറോ സൈൻ 2x പ്ലസ് കോസ് എക്സ് എന്ന സീറോ സൈൻ 2x പ്ലസ് കോസ് എക്സ് എന്ന സീറോ ഇത് സോറി ശ്രദ്ധിക്കണം. ഇതിലൂടെ ഇവിടെ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. സൈൻ 2x എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2x എന്ന് വെച്ചാൽ നമുക്കറിയാം 2 sin x cos x. ഇതിന് പകരം നമുക്ക് പറയാം 2 sin x cos x പ്ലസ് cos x എന്ന് സീറോ. ഇതിന് പകരം 2 sin x cos x പ്ലസ് cos x എന്ന് സീറോ. ഈ രണ്ട് തമ്മിൽ കോമൺ ആയിട്ട് ആണെങ്കിൽ cos x ആണ്. cos x കോമൺ എടുക്കും. ഇനി ബാക്കി 2 sin x പ്ലസ് 1 എന്ന് സീറോ. ഇത് ഇനി ഇത് സമസ്ത അപ്പോൾ നമുക്ക് എഴുതാം cos x സമസ്ത. അടുത്ത 2 sin x plus 1 സമസ്ത. cos x സമസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos x സമസ്തയുടെ റിസൾട്ട് നമുക്കറിയാം x സമം 2n plus 1 into pi by 2 സ്റ്റാൻഡേർഡ് റിസൾട്ട് n belongs to റിസൾട്ട് കറക്റ്റ് റിസൾട്ട് ആണ്. ഇതങ്ങനെ പറ്റും. അപ്പോൾ എഴുതി 2 sin x സമം minus 1. അപ്പോൾ sin x സമം minus 1 by 2. നമ്മൾ കുറച്ചുകൂടി ചെയ്തതുള്ളൂ. വീണ്ടും sin x സമം minus 1 by 2. 1 by 2 കൊണ്ട് sin ചെയ്ത് കഴിഞ്ഞാൽ sin 30 means pi by 6. വീണ്ടും sin x സമം നമ്മൾ നേരത്തെ ചെയ്താൽ ഈ നെഗറ്റീവ് വാല്യൂ എലിമിനേറ്റ് ചെയ്യണം. നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യേണ്ട മൈനസ് sin x ഈക്വൽ രണ്ട് റിസൾട്ട് ഉണ്ട്. അതിൽ ആദ്യ റിസൾട്ട് sin of pi plus x minus sin x. അപ്പോൾ ഇവിടെ എഴുതാം sin of x ന് പകരം pi by 6 pi plus pi by 6. Balance sin x equal to it is 6 pi plus pi 7 pi sin 7 pi by 6 because sin x equal to sin अब x equal to n pi plus minus 1 the whole raised to 10 into pi means 7 pi by 6 comma n belongs to നല്ല ക്വസ്റ്റ്യൻ ആണ്. ലോൺ എക്സാം ചോദിച്ചാണ്. നല്ല ക്വസ്റ്റ്യൻ കൂടെ അറിയാൻ ഒറ്റ കാര്യമുള്ളൂ. ആദ്യം അറിയണം അടുത്ത അന്വേഷണം ഉള്ളപ്പോൾ പഴയ കാര്യം. ഇപ്പോൾ ഒരു കാര്യം പഠിച്ചാൽ അവിടെ കൊണ്ട് മറക്കുകയില്ല. അതിനകത്ത് സൈൻ 2x ഉള്ളൂ. ഉടനെ ചിന്തിക്കണം 2 sin x cos x പിന്നെ cos x. രണ്ട് ടേമിൽ cos x കോമൺ എടുത്തു. അപ്പോൾ 2 sin x plus 1 is 0. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യ ഫാക്ടർ സമം 0, രണ്ടാം ഫാക്ടർ സമം 0. ഇത് നമ്മുടെ ഡയറക്റ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വലിയ സിംപ്ലിഫൈ ചെയ്തു വന്നപ്പോൾ കുറച്ച് മുന്നേ പഠിച്ച കാര്യം വലിയ കാര്യമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അപ്പോൾ റിസൾട്ട് എന്ന് വെച്ചാൽ minus sin x equal to sin of pi plus x. ആ റിസൾട്ട് എങ്ങനെയാണ്? അതുപോലെ മറ്റൊരു റിസൾട്ടാണ് sin x sin y ആണെങ്കിൽ x equal to n pi plus minus 1 the whole raised to into y. ഇവിടെ y എന്നുള്ളത് 7 pi 6. ക്ലാസ് അവസാനിച്ചു. ഓക്കെ.